നമസ്കാരം, ഞാൻ ശശികുമാർ തിരുമുല്ലവാരം. ഇതെൻ്റെ 224-ാമത്തെ എപ്പിസോഡാണ്. ഇത് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് എന്തുകൊണ്ടാണ് മനുഷ്യജീവിതം സംതൃപ്തമാകുന്നത് എന്നതിനെ പറ്റിയാണ്. ടൈറ്റിലിന് വാട്ട് ആർ ദ നെസസറി തിങ്സ് ഫോർ എ ഫുള്ളി സാറ്റിസ്ഫൈഡ് ലൈഫ് ഫോർ മാൻ ആൻഡ് വുമൺ. ആദ്യമായിട്ട് മനഃശാസ്ത്രം എന്ത് പറയുന്നത് നോക്കാം. സ്ത്രീകളെയും പുരുഷന്മാരെയും അവരുടെ ജോലിയിൽ സംതൃപ്തി തോന്നുന്നുണ്ടെങ്കിൽ അത് ജീവിതത്തിനെ പൂർണ്ണമായി തൃപ്തിപ്പെടുത്തും എന്നാണ് ഒരു സർവേയിൽ മനഃശാസ്ത്രം വ്യക്തമാക്കിയിരിക്കുന്നത്. അതായത് ഒരു സ്ത്രീയായാലും പുരുഷനായാലും അവരവരുടെ ജോലിയിൽ സംതൃപ്തി കണ്ടെത്തുന്നുണ്ടെങ്കിൽ അത് അവരുടെ ജീവിതത്തിനെ ഒരു സംതൃപ്തമായ ജീവിതമായിട്ട് കണക്കാക്കുമെന്ന് പറയുന്നു. പിന്നെ അതുപോലെ തന്നെ ഒരു സ്ത്രീക്ക് അവളുടെ ഭർത്താവിൻ്റെ അന്തസ്സുള്ള സ്വഭാവവും തുറന്ന മനസ്ഥിതിയും ആണ് അവളുടെ ദാമ്പത്യ ജീവിതത്തെ മനസ്സമാധാനവും സംതൃപ്തവുമാക്കുന്നതാണ് മനഃശാസ്ത്രം പറഞ്ഞിരിക്കുന്നത്. അതായത് അവൾക്ക് ഭർത്താവിൻ്റെ നല്ല സ്വഭാവങ്ങളും അന്തസ്സുള്ള സ്വഭാവങ്ങളും തുറന്ന മനസ്സുമൊക്കെ ഉണ്ടെങ്കിൽ അവളുടെ ദാമ്പത്യ ജീവിതത്തിൽ അവൾക്ക് മനസ്സമാധാനവും സന്തോഷവും സംതൃപ്തിയും കിട്ടുമെന്നാണ് മനഃശാസ്ത്രം പറഞ്ഞിരിക്കുന്നത്. പിന്നെ സ്ത്രീകളുടെ പ്രധാനപ്പെട്ട ഒരു ആവശ്യം എന്ന് പറയുന്നത് പുരുഷന്മാർ അവരെ സ്നേഹിക്കണം എന്നുള്ളതാണ്. അതായത് ഭാര്യമാരുടെ പ്രധാനപ്പെട്ട ആവശ്യം ഭർത്താക്കന്മാർ അവരെ സ്നേഹിക്കണം എന്നുള്ളതാണ്. പിന്നെ അതിന് അവർക്ക് ഭർത്താക്കന്മാരുമായുള്ള സംസാരവും ഏറ്റവും ആവശ്യമായിട്ട് പറയുന്നുണ്ട്. അതായത് ഒരു ഭാര്യയ്ക്ക് ഭർത്താവുമായിട്ട് കുറച്ച് നേരം സംസാരിക്കേണ്ടത് ഒരു ദിവസവും ചെയ്യേണ്ട ഒരു കാര്യമെന്ന് ഞാൻ നേരത്തെ ഒരു എപ്പിസോഡിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് ഒരു പ്രധാന ആവശ്യങ്ങളിൽ ഒന്നാണ്. അവരുടെ ആവശ്യങ്ങൾ കേൾക്കുന്ന ആളെയാണ് അവർക്ക് അവരുടെ ഭർത്താവായിട്ട് വരാമെന്ന് ഇഷ്ടപ്പെടുന്നത്. പിന്നെ സ്ത്രീകളുടെ പ്രധാനപ്പെട്ട ആവശ്യം പുരുഷന്മാർ അവരെ സ്നേഹിക്കണം എന്നുള്ളതും അവരുടെ ഒരു ആവശ്യം തന്നെ. അതിന് അവർക്ക് ഭർത്താക്കന്മാരുമായിട്ടുള്ള സംസാരം പറഞ്ഞാൽ ഏറ്റവും ആവശ്യമായിട്ടുള്ളത് ഭർത്താക്കന്മാരുമായിട്ടുള്ള സംസാരം തന്നെയാണ്. അതിലും പ്രധാനപ്പെട്ട ഒരു സ്ത്രീയുടെ ആവശ്യം എന്ന് പറയുന്നത് അവളോട് പറയാത്ത ഒരു കാര്യവും അയാൾ മറ്റൊരു സ്ത്രീയോട് പറയരുതെന്നാണ്. അതായത് ഒരു ഭർത്താവ് എപ്പോഴും ആദ്യം പറയുന്നത് അയാളുടെ ഭാര്യയോട് തന്നെ പറയണമെന്നാണ്. അത് വേറെ സ്ത്രീ പറഞ്ഞ് ഭാര്യ അറിയുന്നത് അവർക്ക് വലിയ ഒരു പ്രയാസവും പ്രശ്നവും ഉണ്ടാക്കുന്നതാണെന്നാണ് പറയുന്നത്. അതായത് കൂടുതൽ ഇപ്പോൾ ഒരുപാട് ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്ന ഒരു കാലഘട്ടമാണല്ലോ ഇത്. ഏറ്റവും കൂടുതൽ കുടുംബ ജീവിതത്തിൽ പ്രശ്നങ്ങളുണ്ടാകുന്നതും കുടുംബ കോടതി കേസുകൾ ഉണ്ടാകുന്നതും ഈ കാലഘട്ടത്തിലാണ്. അത് ഒഴിവാക്കാനുള്ളൊരു കാര്യമാണ് പറയുന്നത്. ആദ്യമായിട്ട് എന്തെങ്കിലും ഒരു കാര്യം പറയുന്നത് ആദ്യം ഭാര്യയോട് തന്നെ പറയണം. വേറൊരു സ്ത്രീ പറഞ്ഞ് ഭാര്യ അറിയുന്നത് ഭാര്യയ്ക്ക് ഒരിക്കലും ക്ഷമിക്കാൻ പറ്റുന്ന കാര്യമല്ല. ഇനി അതുപോലെ തന്നെ ഒരു സ്ത്രീ എപ്പോഴും സാമ്പത്തിക സുരക്ഷിതത്വം ആഗ്രഹിക്കുന്നുണ്ട്. സാമ്പത്തിക സുരക്ഷിതത്വം, അതായത് ഒരു ഭർത്താവിന് എപ്പോഴും ഒരു കുടുംബത്തിൻ്റെ സാമ്പത്തിക സുരക്ഷിതത്വത്തിൽ ഉത്തരവാദിത്വം ഉണ്ടായിരിക്കണം എന്നുള്ളതാണ് അവരുടെ ഒരു ചിന്താഗതി. അങ്ങനെ ആയിരിക്കേണ്ടതാണല്ലോ. അപ്പോൾ അങ്ങനെയുള്ള ഒരു പുരുഷനെ അവർക്ക് വളരെ ഇഷ്ടമാണെന്നാണ് മനഃശാസ്ത്രം പറയുന്നത്. പിന്നീട് പുരുഷന്മാരെ സംബന്ധിച്ച് ഇനി പുരുഷന്മാർക്ക് എന്താണ് സ്ത്രീകളെ പറ്റി പറയാനുള്ളത്, ഭാര്യമാരെ പറ്റി പറയാനുള്ളതെന്ന് നോക്കാം. പുരുഷന്മാരെ സംബന്ധിച്ച് സുന്ദരിയായ ഒരു ഭാര്യയെ അവർക്ക് വലിയ ഇഷ്ടമാണ്. മാത്രമല്ല അവൾ നല്ലോണം ഒരുങ്ങി നടക്കണം. പിന്നെ അവൻ്റെ സംസാരങ്ങളും കാര്യങ്ങളുമൊക്കെ അവനെ അംഗീകരിക്കുന്നതായിരിക്കണം. അവനെപ്പോഴും ഒരു അഭയമായിട്ട് ഭാര്യയെ തോന്നണമെന്നുമാണ് മനഃശാസ്ത്രം പറയുന്നത്. അവളുടെ അംഗീകാരവും ബഹുമാനവും എപ്പോഴും ഒരു പുരുഷൻ ആഗ്രഹിക്കുന്നത്, ഒരു ഭർത്താവ് എപ്പോഴും ആഗ്രഹിക്കുന്നത് ഭാര്യയുടെ അംഗീകാരവും സ്നേഹവുമാണ്, അംഗീകാരവും ബഹുമാനവുമാണ്. ഇനി മനഃശാസ്ത്രം പറയുന്നത് പുരുഷൻ കാര്യകാരണ സഹിതമാണ് ചിന്തിക്കുന്നത്. ഓരോ കാര്യങ്ങളും കാര്യകാരണ സഹിതമായിട്ടാണ് പ്രാക്ടിക്കലായിട്ട് ചിന്തിക്കുന്ന ആളുടെ പുരുഷന്മാർ. കാരണം കൂടുതൽ അവർക്ക് സ്ത്രീകളെക്കാൾ ഈ രംഗത്തൊക്കെ കൂടുതൽ പ്രവൃത്തി പരിചയമുള്ളതുകൊണ്ടായിരിക്കും. ഇപ്പോഴത്തെ കാലത്ത് അത് വ്യത്യാസം വലുതായിട്ടില്ല. എന്നാലും പറയുകയാണ്, സ്ത്രീകളുടെ അതേസമയം അവരുടെ മൂഡനുസരിച്ചാണ്. ഓരോ മൂഡനുസരിച്ച് അവരുടെ സ്വഭാവം മാറുമെന്നാണ് മനഃശാസ്ത്രം പറയുന്നത്. എന്നാൽ സ്ത്രീകളുടെ മൂഡ് എപ്പോഴും ചേഞ്ച് ചെയ്യുമെന്നാണ് മനഃശാസ്ത്രം പറയുന്നത്. മാത്രമല്ല ഒരു സ്ത്രീകൾ ഒരു പ്രാവശ്യം ഒരു കാര്യം കേട്ടാലും അവർ മറക്കത്തില്ല. നേരെ മറിച്ച് പുരുഷന്മാർ എത്ര തവണ കേട്ടാലും മറക്കും എന്നാണ് മനഃശാസ്ത്രം പറഞ്ഞിരിക്കുന്നത്. എന്നാൽ ഭഗവത്ഗീതയിൽ എന്തോ പറയുന്നതെന്ന് നോക്കാം. സ്ത്രീയും പുരുഷനും ഒരു പൂർണ്ണമായ സംതൃപ്തിയുള്ള ജീവിതം കിട്ടണമെങ്കിൽ ശരിയായിട്ടുള്ള ധാർമ്മിക കാര്യങ്ങൾ പരിശീലിക്കണം. അത് മാത്രമല്ല സ്വയം മനസ്സിലാക്കിക്കൊണ്ട് മനസ്സമാധാനം ഉണ്ടാകാൻ വേണ്ടി ശ്രീകൃഷ്ണ ഭഗവാനിൽ സമർപ്പണം നടത്തണമെന്നാണ് പറയുന്നത്. അതായത് ഈ മെഡിറ്റേഷൻ വളരെ അത്യാവശ്യമാണ്. അത് പറയുന്നുണ്ട് അടുത്തതായിട്ട്.
അതിനാദ്യം ചെയ്യേണ്ടത് ഫലത്തെപ്പറ്റി ചിന്തിക്കാതെ, ഫലത്തിനെപ്പറ്റി ഒട്ടും ചിന്തിക്കാതെ വേണം കർമ്മം ചെയ്യാൻ. അത് കഴിഞ്ഞിട്ട് മെഡിറ്റേഷൻ പ്രാക്ടീസ് ചെയ്താൽ തീർച്ചയായും നമുക്ക് സ്വയം ചിന്തകളെയും പ്രവർത്തികളെയും നിയന്ത്രിക്കാൻ കഴിയുമെന്നാണ് പറയുന്നത്. അതായത് ഏത് പ്രതിസന്ധിയിലും പക്വതയുള്ളൊരു മനസ്സുണ്ടാക്കി എടുക്കുക എന്നതാണ് സ്ത്രീയും പുരുഷനും ഒരുപോലെ ചെയ്യേണ്ട കാര്യമാണ്. ഏത് പ്രതിസന്ധിയിലും പക്വതയുള്ളൊരു മനസ്സുണ്ടാക്കി എടുക്കണം. അതിനോട് നമ്മൾ പെട്ടെന്ന് റിയാക്ട് ചെയ്യുകയല്ല വേണ്ടുന്നത്, അത് പക്വതയുള്ളൊരു മനസ്സ് വേണം. അങ്ങനെ ഒരു മനസ്സ് ഉണ്ടാക്കിയെടുക്കാൻ സ്ത്രീയും പുരുഷനും ഒരുപോലെ തന്നെ ഉത്തരവാദിത്വം ഉണ്ടെന്ന് പറയുന്നത്. പിന്നെ അതിനായിട്ട് നമ്മുടെ ചിന്തകൾ, പ്രാർത്ഥനയും ജപവും, കൃഷ്ണായ നമഃ, അതിൽ ഏത് ദൈവത്തിൻ്റെ പേരായാലും മതി, കുഴപ്പമില്ല, അങ്ങനെ പറഞ്ഞ് നമ്മൾ 10-15 മിനിറ്റ് നേരം ഒരു ദിവസം മെഡിറ്റേഷൻ ചിലവാക്കണമെന്നാണ് പറയുന്നത്. പിന്നെ ഭഗവാന്റെ തൃപ്പാദങ്ങൾ മനസ്സുറപ്പിച്ച് ഒന്നും പ്രതീക്ഷിക്കാതെ ധ്യാനിച്ചാൽ പുരുഷനും സ്ത്രീക്കും സംതൃപ്തമായ ഒരു ജീവിതം കിട്ടുമെന്ന് ഭഗവത്ഗീത ഉറപ്പിച്ച് പറയുന്നുണ്ട്. അതായത് ഓം കൃഷ്ണായ നമഃ എന്ന് പറയുകയും ഭഗവാൻ തൃപ്പാദങ്ങൾ മനസ്സുറപ്പിച്ചിട്ട് ഒന്നും പ്രതീക്ഷിക്കാതെ തന്നെ ധ്യാനിക്കണം. എന്നാൽ പുരുഷനും സ്ത്രീക്കും സംതൃപ്തമായ ഒരു ജീവിതം കിട്ടുമെന്ന് ഭഗവത്ഗീത ഉറപ്പിച്ച് പറയുന്നുണ്ട്. ഇതിൽ കൂടുതൽ എന്താ വേണ്ടത്? ഭഗവത്ഗീത അങ്ങനെ ഉറപ്പിച്ച് പറയുന്നുണ്ട്. നന്ദി, നമസ്കാരം.